പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി നമുക്ക് യേശുവിലേക്ക് നോക്കാം. വലിയ ഭക്തിയോടെ ഇതാ അപ്പത്തിൽ മറിഞ്ഞിരിക്കുന്ന എൻ്റെ ഈശോ, അവനിലേക്ക് നമുക്ക് നോക്കാം. തമ്പുരാനെ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പത്തിൽ മറിഞ്ഞിരിക്കുന്നവനെ, എൻ്റെ മേൽ കരുണയായിരിക്കണേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തമ്പുരാനെ, അപ്പത്തിൽ മറിഞ്ഞിരിക്കുന്നവനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നവനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, കരുണയായിരിക്കണമേ. അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, എൻ്റെ യേശുവേ, സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് രക്ഷ നൽകിയതുപോലെ, ആ കുടുംബത്തെ രക്ഷിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമേ, രക്ഷിക്കണമേ. കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി, തമ്പുരാനെ, എൻ്റെ തമ്പുരാനെ, എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങളടിച്ചൊരിക്കൽ കൂടി നല്ല തമ്പുരാന് നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു, സക്കേവൂസിന്റെ ഭവനത്തിൽ തമ്പുരാൻ കർത്താവ് കടന്നു ചെന്ന് ആ കുടുംബത്തിന് രക്ഷ പ്രദാനം ചെയ്തു. പ്രിയമുള്ളവരെ, തമ്പുരാൻ ആ കുടുംബത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് സക്കേവൂസിനോട് പറഞ്ഞു, മോനെ സക്കേവൂസേ, ഇറങ്ങി വാ, ഇറങ്ങി വാ, നീ ഇറങ്ങി വാ, എന്നിലേക്ക് നീ ഇറങ്ങി വാ. സ്നേഹമുള്ളവരെ, അതേ തമ്പുരാൻ സക്കേവൂസിന്റെ ഭവനത്തിൽ ചെന്ന കുടുംബത്തെ രക്ഷിച്ച അതേ തമ്പുരാൻ, സക്കേവൂസിനോട് ഇറങ്ങി വരാൻ പറഞ്ഞ അതേ തമ്പുരാൻ ഇതാ ഈ അപ്പത്തിൽ നമ്മോടുകൂടെ. അന്ന് സക്കേവൂസിനോട് പറഞ്ഞ അതേ തമ്പുരാൻ ഇതാ അപ്പത്തിൽ മറിഞ്ഞിരിക്കുന്നു. അവിടുന്ന് നമ്മോടും പറയുകയാണ്, മക്കളെ ഇറങ്ങി വാ. യേശുവിനെ സ്വീകരിക്കുവാൻ തടസ്സമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ജീവിത രീതികളുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് യേശുവിലേക്ക് ഇറങ്ങാം. കരങ്ങൾ കൂപ്പി യേശുവിലേക്കൊന്ന് നോക്കിക്കേ. ഭക്തിയോടെ യേശുവിലേക്ക് നോക്കിക്കോ. വചനം ഓർമ്മപ്പെടുത്തുന്നു, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം പ്രകാശിക്കും. യേശുവിലേക്ക് നോക്കിക്കോ, പ്രകാശിക്കും. കുടുംബം, വ്യക്തിജീവിതം പ്രകാശിക്കും. യേശുവിലേക്ക് നോക്കിക്കോ. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു, അവൻ ജനിച്ചിരിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. നമ്മൾ ദുഃഖിക്കേണ്ട. കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ പോരായ്മകളെ കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ട. തമ്പുരാൻ നമ്മോട് പറയുകയാണ്, മോനെ, മോളെ, ഇറങ്ങി വാ, ഇറങ്ങി വാ. ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾ, തെറ്റുകളെ ഓർത്ത് നീ ഇന്നും നിരാശപ്പെടുന്നുണ്ടോ? അസ്വസ്ഥപ്പെടുന്നുണ്ടോ? ആ പാപിയായ സക്കേവൂസിന്റെ മുന്നിൽ ഈശോ നിന്നില്ലേ? സമൂഹം മുഴുവൻ അവനെ പാപിയെന്ന് മുദ്രകുത്തി. പക്ഷേ യേശു അവന്റെ മുന്നിൽ നിന്നു. അതുകൊണ്ടാ ജനം പെറുപെറുത്തത്, ഇവൻ പാപിയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ സക്കേവൂസ് വലിയ പാപിയാ.
പക്ഷേ തമ്പുരാന്റെ മുന്നിൽ അങ്ങനെയല്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടരുത്. അതുകൊണ്ട് തമ്പുരാൻ അവന്റെ മുന്നിൽ നിന്നത്. പാപിയായ മനുഷ്യന്റെ മുന്നിൽ ഈശോ നിന്നു. ഇതാ തമ്പുരാൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നിന്റെ തെറ്റായ ജീവിത രീതിയിൽ നിന്ന് നീ ഇറങ്ങി വാ. നീ നിരാശപ്പെടേണ്ട, നീ ഇറങ്ങി വാ. നീ ഭയപ്പെടേണ്ട, നീ ഇറങ്ങി വാ. നിന്റെ ജീവിതത്തിൽ പോരായ്മകൾ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? കുമ്പസാരമുണ്ട്. കുമ്പസാരക്കൂട്ടിൽ നീ അണയ്. നിന്റെ പാപങ്ങളെല്ലാം അവിടെ ക്ഷമിക്കപ്പെടും. അവിടെ ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവുമില്ല. കുമ്പസാരക്കൂട്ടിൽ ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവുമില്ല. ഇറങ്ങി വരാൻ പറയുന്നവൻ കുമ്പസാരക്കൂട്ടിൽ പുരോഹിതന്റെ രൂപത്തിൽ അവിടെ ആയിരിക്കുന്നു. നീ ഹൃദയത്തിൽ, മനസ്സിൽ തീരുമാനമെടുക്ക്. എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിനം തന്നെ ഞാൻ കുമ്പസാരിക്കും. തമ്പുരാൻ അത് സ്വീകരിക്കും. നീ തീരുമാനിച്ചു എന്തെങ്കിലും പോരായ്മ തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞാൻ കുമ്പസാരിച്ചു കൊള്ളാം. നീ തീരുമാനമെടുക്ക്. അവിടുന്ന് നിന്നെ കൈവിടില്ല, നിന്നെ ഉപേക്ഷിക്കില്ല. നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ നമുക്ക് യേശുവിലേക്ക് നീട്ടാം. കരങ്ങൾ യേശുവിലേക്ക് നീട്ടാം. തമ്പുരാനെ, ആ സക്കീവൂസിന്റെ ഭവനത്തിലേക്ക് വന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ വരണമേ. നമ്മുടെയൊക്കെ വീടിന്റെ മുൻപിൽ എഴുതിയിട്ടില്ലേ, ക്രിസ്തു ഈ വീടിന്റെ നായകൻ. ക്രിസ്തു ഈ വീടിന്റെ നായകൻ. യേശുവേ, എൻ്റെ കുടുംബത്തിൻ്റെ നായകനായി, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകനായി നീ വരണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് യേശു രക്ഷകനായി, നാഥനായി കടന്നു വരും. സൗഖ്യമായി, സമാധാനമായി കടന്നു വരും. യേശുവേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവിടുന്ന് വരണേയെന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ യേശുവിലേക്ക് നീട്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വരീണമേ രക്ഷകാ, വരീണമേ കരങ്ങൾ നീട്ടി. പാലകാ, വിമോചകാ, രക്ഷയായി വരീണമേ. ചേർന്ന് പാടാം. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നോക്കിക്കോ. രക്ഷയായി, സൗഖ്യമായി നമ്മിലേക്ക്, കുടുംബത്തിലേക്ക് ഈശോ വരികയാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ മനസ്സിലോർക്ക്. നീയും നിന്റെ കുടുംബവും അനുഭവിക്കുന്ന വേദനകൾ, നൊമ്പരങ്ങൾ മനസ്സിലോർക്ക്. തമ്പുരാൻ പറയുകയാണ്, മകനേ, മകളെ, നീ നിരാശപ്പെടേണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട. ഞാൻ രക്ഷയായി, സൗഖ്യമായി നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് വരും. ഞാൻ നിന്നെ സഹായിക്കാം. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ, നീ നിരാശപ്പെടേണ്ട. സക്കേവൂസിനെ നോക്കി ജനം മുഴുവൻ പറഞ്ഞു, ഇവൻ പാപിയാണ്, ഇവൻ പാപിയാണ്. പക്ഷേ ഈശോ തിരിഞ്ഞു നടക്കുന്നില്ല. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പലതും പറയുന്നുണ്ടാവാം, നീ നിരാശപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട. സക്കേവൂസിനെ നോക്കി ഈശോ പറഞ്ഞു, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. തമ്പുരാൻ നിന്നോടും പറയുന്നു, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. നമുക്ക്, ഞാൻ തനിച്ചല്ല, നീയും വേണം. നമുക്ക് നിന്റെ ഭവനത്തിലേക്ക് പോകാം. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സഹായവും വേണം. അതാണ് ഈശോ പറഞ്ഞത്, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ തനിച്ചല്ല, നീയും വേണം. ഈശോ എന്നെ ക്ഷണിക്കുകയാ, നീ വാ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുന്നു.
സക്കേവൂസ് അല്ല യേശുവിനെ ക്ഷണിച്ചത്, യേശുവാണ് സക്കേവൂസിനെ ക്ഷണിച്ചത്. നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. കാരണം യേശുവാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നാഥൻ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലവാ. കർത്താവ് സക്കേവൂസിനോട് പറഞ്ഞു, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ ഭവനത്തിൻ്റെ നാഥൻ ക്രിസ്തു. അവൻ പറയുകയാ, നമുക്ക് നിന്റെ ഭവനത്തിലേക്ക് പോകാം. തമ്പുരാനെ, എൻ്റെ ഭവനത്തിലേക്ക് നീ വരണമേ. സ്നേഹമുള്ളവരെ, നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ രണ്ടും ശിരസിൽ തലയിൽ വയ്ക്കുക. തമ്പുരാനെ, എൻ്റെ ചിന്തകൾ, എൻ്റെ ഓർമ്മകൾ നീ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. തമ്പുരാനെ, എൻ്റെ ചിന്ത, എൻ്റെ ഓർമ്മ നീ വിശുദ്ധീകരിക്കണമേ. ചില ഓർമ്മകൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തും, ചില ചിന്തകൾ നമ്മെ നിരാശപ്പെടുത്തും. തമ്പുരാനെ, എൻ്റെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, എൻ്റെ ഓർമ്മകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ചില ഓർമ്മകളാണ് നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത്, നിരാശപ്പെടുത്തുന്നത്. യേശുവേ, ചിന്തകളെയും ഓർമ്മകളെയും നീ വിശുദ്ധീകരിക്കണമേ. നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ രൂപപ്പെടട്ടെ. എന്നെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ ചിന്ത, ഓർമ്മ, എന്നെ ശിക്ഷിക്കാത്ത സ്നേഹിക്കുന്ന തമ്പുരാന്റെ ഓർമ്മ, ചിന്ത എന്നിൽ രൂപപ്പെടട്ടെ. തമ്പുരാനെ, കരുണയായിരിക്കണമേ. അന്യചിന്തകൾ മാറിപ്പോകട്ടെ, ദുഷ്ടചിന്തകൾ മാറിപ്പോകട്ടെ. തമ്പുരാനെ, എൻ്റെ ചിന്തകളെയും ഓർമ്മകളെയും എല്ലാം വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ശിരസിൽ വെച്ച് കണ്ണുകളടച്ച് തമ്പുരാനെ, ഓർമ്മകളെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പത്രോസ് കുരിശിൽ തലകീഴായി കിടന്ന്, അങ്ങനെയാണ് പത്രോസിനെ വധിച്ചത്. പൗലോസിൻ്റെ തല വെട്ടി, കഴുത്തു വെട്ടി, അങ്ങനെയാണ് പൗലോസിനെ കൊല്ലുന്നത്. പ്രിയമുള്ളവരെ, അതായത് ദൈവത്തോടുള്ള സ്നേഹം, തീഷ്ണത, അതാണ് ആ മരണം സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ദൈവത്തിലുള്ള വിശ്വാസം. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങൾക്കും ആഴമായ വിശ്വാസം തരണേ, ആഴമായ തീഷ്ണത തരണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതം വഴി അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ദൈവവിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്ന ജീവിതങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളെയും നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കണം. അതിനുള്ള കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവേ, പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ ഞങ്ങൾക്കും വലിയ തീഷ്ണത നൽകണമേ. അങ്ങോട്ടുള്ള സ്നേഹത്താൽ ജ്വലിപ്പിക്കണേ ഞങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നോക്കാം. ഭക്തിയോടെ യേശുവിലേക്ക് നോക്കിക്കൊള്ളുക. തമ്പുരാൻ നമ്മുടെ അപേക്ഷകളും യാചനകളും എല്ലാം സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുകയാണ്, നമ്മെ ആശീർവദിക്കുകയാണ്. ഈശോയുടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളുക. തമ്പുരാനെ, സക്കേവൂസിൻ്റെ ഭവനത്തിൽ ചെന്ന് നീ ആ ഭവനത്തെ അനുഗ്രഹിച്ചതുപോലെ, നീ ആ ഭവനത്തെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ഭവനത്തെയും ഈശോയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് രക്ഷ കൊടുത്തതുപോലെ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബത്തിനും രക്ഷ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കും. നിന്റെ അപേക്ഷ തള്ളിക്കളയില്ല.
കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നോക്കിക്കൂ. കരങ്ങൾ കൂപ്പി അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന യേശുവിലേക്ക് നീ നോക്കി തമ്പുരാനോട് പറ, കർത്താവേ, നല്ല തമ്പുരാനെ, സക്കേവൂസിനെ രക്ഷിച്ചതുപോലെ, ആ കുടുംബത്തെ രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബം ഇന്ന് അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധികളെ മനസ്സിൽ ഓർത്തുകൊള്ളുക. നമ്മുടെ കുടുംബം ഇന്ന് അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധി മനസ്സിൽ ഓർക്കുക. അത് തമ്പുരാന് വിട്ടുകൊടുക്കുക. എൻ്റെ കുടുംബം അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധി, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, തമ്പുരാനെ, എൻ്റെ സഹോദരങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഇതൊക്കെയാണ്. രക്ഷിക്കണേന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. തമ്പുരാൻ കൈവിടില്ല, അവിടുന്ന് ഉപേക്ഷിക്കില്ല. തമ്പുരാനെ, കരുണയായിരിക്കണേന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചു കൊള്ളുക. കരങ്ങൾ കോപ്പി യേശുവിലേക്ക് നോക്കിയ തമ്പുരാനെ, ഇതാ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങേ സന്നിധിയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. യേശുവേ, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന അനേകം കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗം മൂലം വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്. കിഡ്നി സംബന്ധമായ രോഗത്താൽ വേദനിക്കുന്ന കുടുംബങ്ങൾ, ജോലിയിലായ്മ മൂലം കഴിയുന്ന വേദനിക്കുന്ന കുടുംബം, ജപ്തിയുടെ ഭീഷണിയിൽ കഴിയുന്ന കുടുംബം, ദുശീലങ്ങൾ മൂലം വേദനിക്കുന്ന കുടുംബം, പരസ്പര സ്നേഹമില്ലാത്ത ദാമ്പത്യ ജീവിതം, മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പര സ്നേഹമില്ല, സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യമില്ല. തമ്പുരാനെ, അങ്ങനെ വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അവരെയെല്ലാം തമ്പുരാനെ അങ്ങയെ തിരുഹൃദയത്തോട്, തിരുശരീര രക്തങ്ങളോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കരുണയായിരിക്കണമേ. ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വിവാഹ തടസ്സമുള്ള മക്കള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്. യേശുവേ, വിദേശത്ത് ചെന്നു ജോലിക്കായി വിദേശത്ത് ചെന്നു, പക്ഷേ ജോലി ലഭിക്കാതെ വേദനിക്കുന്ന മക്കളുണ്ട്, കഷ്ടപ്പെടുന്ന മക്കളുണ്ട്, വഞ്ചിക്കപ്പെട്ട മക്കളുണ്ട്. തമ്പുരാനെ, എല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കരുണയായിരിക്കണമേ. നമുക്ക് കരങ്ങൾ യേശുവിലേക്ക് നീട്ടാം. തമ്പുരാനെ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളോട് പോട്ടാശ്രമത്തോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന അനേകം മക്കളുണ്ട്. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഓൺലൈൻ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന മക്കളുണ്ട്. അവരെയെല്ലാം ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. സ്നേഹമുള്ളവരെ, എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും യേശു സന്നദ്ധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഓൺലൈൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന അനേകം മക്കൾ, ഇവിടെ വന്ന് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന മക്കൾ, അവരെല്ലാം ഈശോയെ അങ്ങേ സാന്നിധ്യത്തിൽ അങ്ങയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ഈ ആലയത്തിൽ ആയിരിക്കുന്ന മക്കൾ, ഇവരെയെല്ലാം അങ്ങേ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെയും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മക്കൾ, ഇസ്രായേലിൽ കഴിയുന്നവര്, ഇറാനിൽ കഴിയുന്നവര്, ഖത്തറിൽ കഴിയുന്നവര്, മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവിടെ എല്ലാ ശാന്തതയും സമാധാനം ലഭിക്കട്ടെ, അസ്വസ്ഥതകളെല്ലാം മാറട്ടെ. എല്ലാം തമ്പുരാനോട് ചേർത്ത് വെച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണ വർഷിച്ച് അനുഗ്രഹിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ, പൗത്രീകരിക്കട്ടെ. കർത്താവിന്റെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവജനത്തെ അവിടുന്ന് ആശീർവദിച്ച് വിശുദ്ധീകരിക്കട്ടെ. കൃപയും അനുഗ്രഹവും ആവട്ടെ. ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, കാരുണ്യം വർഷിക്കണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എല്ലാ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ, വിട്ടുമാറാത്ത തലവേദന അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവേദനയുള്ള മക്കളെ സമർപ്പിക്കുന്നു. യേശുവേ, സൗഖ്യം നൽകണമേ. കൈകാലുകളുടെ വേദനയുള്ള മക്കളെ സമർപ്പിക്കുന്നു. സുഖപ്പെടുത്തണമേ. കണ്ണിന്റെ കാഴ്ച സംബന്ധമായ വേദന അനുഭവിക്കുന്ന മക്കൾ, കാഴ്ചയില്ലാത്ത മക്കൾ, ചെവി വേദനയുള്ള മക്കൾ, ചെവി പഴുക്കുന്ന അസ്വസ്ഥതയുള്ള മക്കൾ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ തമ്പുരാനെ, അങ്ങേ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ ഈ മക്കളെല്ലാവരും സൗഖ്യം
സൗഖ്യം പ്രാപിക്കട്ടെ. ജോലിയില്ലാത്ത മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദമ്പതികളുടെ മേലും കരുണയായിരിക്കണമേ. അഭിഷേകം കൊണ്ട് മക്കളെ എല്ലാവരെയും നിറയട്ടെ. നിരാശ ഭയങ്ങൾ മാറട്ടെ. ആത്മഹത്യ ചിന്ത മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മൾ ആശീർവാദ സമയത്ത് മുട്ടിന്മേൽ നിൽക്കാൻ സാധിക്കുന്നവർ മുട്ടിന്മേലായിരിക്കുക. ബാക്കിയുള്ളവർ ഇരുന്നു കൊള്ളുക. ആരും എഴുന്നേറ്റ് നിൽക്കരുത്. സാധിക്കുന്നവർ മുട്ടിന്മേലായിരിക്കുക, അല്ലാത്തവർ ഇരുന്നു കൊള്ളുക. ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ, ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോയോട് പറ, ഈശോയെ എൻ്റെ കുടുംബത്തെ നീ ആശീർവദിക്കണമേ. നമ്മൾ കണ്ടു, സക്കേവൂസിൻ്റെ ഭവനത്തിൽ ചെന്ന് ഈശോ ആ കുടുംബത്തിന് രക്ഷ കൊടുത്തു. യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ആ ആഗ്രഹം തീക്ഷ്ണതയുള്ള ആഗ്രഹമായിരുന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സക്കേവൂസ് ഒന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഭവനത്തിലേക്ക് ഈശോ ചെന്ന് ആ ഭവനത്തിന് രക്ഷ കൊടുത്തു. നീയും ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം. ആ ആഗ്രഹത്തിൻ്റെ മുന്നിൽ, സക്കേവൂസിൻ്റെ ആ വലിയ ആഗ്രഹത്തിൻ്റെ മുന്നിൽ ഈശോ നിന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കി, സ്നേഹമുള്ളവർ, അവിടെ വലിയ ജനക്കൂട്ടമുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും വീട്ടിലേക്ക് ഈശോ പോയില്ല. അവരുടെ ആരുടെയും പേര് യേശു ചൊല്ലി വിളിച്ചില്ല. ഈശോ ചെന്നത്, പേര് ചൊല്ലി വിളിച്ചത്, യേശുവിനെ കാണാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചു. അതിനായിട്ട് കുറച്ച് കഷ്ടപ്പാടുകൾ ഏറ്റെടുത്തു, കുറച്ച് സഹനം ഏറ്റെടുത്തു. അവൻ മരത്തിൽ കയറി. നിങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് അകലയിൽ നിന്ന് യാത്ര ചെയ്ത്, യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. റോഡ് നമുക്കറിയാം, റോഡിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. എങ്കിലും നിങ്ങളതെല്ലാം അതിജീവിച്ച് വളരെ കഷ്ടപ്പെട്ട് സക്കേവൂസ് മരത്തിൽ കയറിയതുപോലെ നിങ്ങളും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ കഷ്ടപ്പാട് ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാട് ദൈവം കാണുന്നുണ്ട്. സക്കേവൂസിൻ്റെ കഷ്ടപ്പാട് കണ്ടു. അവൻ ആ മരത്തിലേക്ക് വലിഞ്ഞു കയറിയ കഷ്ടപ്പാട് ഈശോ കണ്ടു. ഇതുപോലെ നിങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഈ സമയം മറ്റ് പല കാര്യങ്ങൾക്കും മാറ്റിവെക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം ഈ തമ്പുരാൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു. സക്കേവൂസിന് വേണമെങ്കിൽ ആ സമയം, ചുങ്കക്കാരന് വേണമെങ്കിൽ ചുങ്കം പിരിക്കാൻ പോകാം, അല്ലെങ്കിൽ ഓഫീസിൽ പോയിരിക്കാം. പക്ഷെ ആ സമയം യേശുവിനെ ഒന്ന് കാണാൻ മാറ്റിവെച്ചു. ചുങ്കക്കാരൻ്റെ ഓഫീസിൽ പോയിരിക്കേണ്ട സമയം, അല്ലെങ്കിൽ ചുങ്കം പിരിക്കാൻ പോകേണ്ട സമയം, അതെല്ലാം മാറ്റിവെച്ച് യേശുവിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി, ഒരു വലിയ അനുഗ്രഹമായി. നിങ്ങളും നിങ്ങളുടെ സമയം, ഈ സമയം തമ്പുരാനോട് കൂടെ ആയിരിക്കുവാൻ, ഓൺലൈൻ ശുശ്രൂഷയിലൂടെയും ഇവിടെ ആയിരുന്നു കൊണ്ട് തമ്പുരാനോട് കൂടെ ആയിരിക്കാൻ വേണ്ടി ഈ സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് രക്ഷയുടെ സമയമാണ്. ഇത് രക്ഷയുടെ സമയമാണ്. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സമയമാണ്. അന്ന് സക്കേവൂസിനും കുടുംബത്തിനും കൊടുത്ത രക്ഷ ഈശോ നമുക്കും വാഗ്ദാനം ചെയ്യുന്നു. ആ രക്ഷ നമുക്ക് സ്വീകരിക്കാം. അവിടുത്തെ ആശീർവാദം ഏറെ ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ, തമ്പുരാനെ, എന്നെയും എൻ്റെ കുടുംബത്തെയും, എന്നോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന, പോട്ടാശ്രമത്തോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെയും അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.